ഹായ് ഗായ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ എന്റെ ലൈഫിൽ കുറച്ചധികം എഫേർട്ട് എടുത്തിരിക്കുന്ന കാര്യമാണ് സ്കിന്ന് നോക്കുന്നത്. മീൻസ് എന്റെ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ് എന്റെ. നിങ്ങൾ സ്ഥിരം ഒരു വ്യൂവർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും. ഞാനൊരു സ്കിൻ ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഒന്നും അല്ല, എന്റെ ഒരു എക്സ്പീരിയൻസ് ജേർണി, ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി, ആക്നെ ജേർണിയുടെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ കുറെ ഡൗട്ട്സ് ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ കുറെ പ്രോഡക്ട്സ് എന്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്രൈ സ്കിന്നിനോ ഒരു നോർമൽ സ്കിന്നിനോ ട്രൈ ചെയ്യുന്ന പോലെയല്ല ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിൻ. അത് എക്സ്ട്രീം ഓയിലി ആയിട്ടുള്ള ഒരു സ്കിൻ ആണെങ്കിൽ നമുക്ക് ഒരു സാധനവും കണ്ണും പൂട്ടി വാങ്ങിച്ച് ഫേസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. 8ന്റെ പണി കിട്ടും. അങ്ങനെ എനിക്ക് 8ന്റെ പണി കിട്ടിയതും എനിക്ക് വലിയ ഗുണമില്ലാതായിട്ട് തോന്നിയിട്ടും മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അത് മറ്റുള്ളവർ നല്ല റിവ്യൂസ് ചെയ്യുന്ന കണ്ടു. പക്ഷെ ഞാൻ എന്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ, ഈ പറഞ്ഞ 10 പ്രോഡക്റ്റ് ഞാൻ കാണിക്കാൻ വന്ന 10 പ്രോഡക്റ്റ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്. പക്ഷെ അത് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളത്തില്ല എന്ന് തന്നെ പറയും. അപ്പൊ ആ 10 പ്രോഡക്റ്റ് ഏതാണെന്ന് ഞാൻ വീഡിയോ പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കാണണമെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ പ്രോഡക്റ്റ് ആണുള്ളത്. ഇതിൽ സ്കിൻ കെയർ ആണ് വരുന്നത്, പിന്നെ ഒരു ഹെയർ കെയറിന്റെ ഒരു പ്രോഡക്റ്റും ഉണ്ട്. ഹെയർ കെയറിൽ ഞാൻ അധികം പുറത്തുനിന്നുള്ള പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ആ ഒരു ഒറ്റ പ്രോഡക്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 പ്രോഡക്ട്സ് ആണ് ഇതിൽ വരുന്നത്. പോൺ സൂപ്പർ ലൈറ്റ് ജെൽ, ഈ ഒരു സാധനം തുടക്കത്തിൽ ഞാൻ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂട്യൂബില് റിവ്യൂ കണ്ടിട്ട് അടിപൊളിയാണെന്നുള്ള ഒരു ധാരണയിൽ ഞാൻ പോയി വാങ്ങിച്ചു. നമ്മുടെ ഒരു സ്കൈ ബ്ലൂ ബോട്ടിലിൽ വരുന്നത്, അതും നോക്കണേ, ഞാൻ ട്രൈ ചെയ്ത് പോലും നോക്കാതെ ഞാൻ വലിയ ബോട്ടിൽ മേടിച്ചു. എനിക്ക് ഈ സാധനം യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വരിക. പക്ഷെ എനിക്കന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ലായിരുന്നു. പഴയ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തരിതിരിയായിട്ട് ഇങ്ങനെ കുരു വന്നോണ്ടിരുന്നു. എനിക്കിത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഒരു ഹിന്ദി വീഡിയോ കണ്ടു. അതിൽ പുള്ളിക്കാരി ജെനുവിൻലി പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെയുള്ള കമന്റ്സും കുറെ ജെനുവിൻ ആയിട്ടുള്ള വ്യൂവേഴ്സ് വന്നിട്ട് ഇത് കൊള്ളത്തില്ല, ഇത് പിമ്പിൾസ് വരും. എന്റെ സെയിം അനുഭവം ഞാൻ ആ കമന്റ് ബോക്സിൽ കണ്ടു. അതേ സാധനം തന്നെയാണ് അവർ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാനത് അനിയത്തിക്ക് കൊടുത്തു. അനിയത്തിയുടെ ഡ്രൈ സ്കിന്നാണ്, അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് പേഴ്സണലി മോശം എക്സ്പീരിയൻസ് ആണ് ആ ഒരു സാധനത്തിൽ നിന്ന് വന്നേക്കുന്നത്. നല്ലതായിട്ട് പിമ്പിൾസ് വരും. അവർ ക്ലെയിം ചെയ്യുന്നായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ലൈറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, മറ്റേ ജെല്ലാണ്, അപ്പൊ ഓയിലി സ്കിന്നിന് അടിപൊളിയായി. എത്ര പേരെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അറിയാം. ചിലവരുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സാധനം. എന്റെ എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് ഒട്ടും അത് സ്യൂട്ട് ആവില്ല. ഇനി നേരെ മറിച്ച് നിങ്ങളുടെ ഓയിലി സ്കിന്നിന് ചിലപ്പോൾ അത് സ്യൂട്ട് ആയേക്കാം. ഞാനിപ്പോ ഈ പറയുന്ന പ്രോഡക്ട്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്താലേ മറ്റുള്ളവർക്ക് കൂടെ അത് യൂസ്ഫുൾ ആവും. സോ നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ എന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. അങ്ങനെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ആ സമയത്താണ് ഞാൻ പർപ്പിൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ പർപ്പിളിൽ നിന്ന് ഞാൻ വാങ്ങിച്ച നെക്സ്റ്റ് മോയ്സ്ചറൈസർ ആയിരുന്നു മാമാ എർത്തിന്റെ ആപ്പിൾ സിഡർ വിനീഗറിന്റെ ഒരു മോയ്സ്ചറൈസർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ആപ്പിളിന്റെ പടമൊക്കെ ഉണ്ടായിട്ട് കാണാൻ ക്യൂട്ടായിരുന്നു. അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് അത്ര സെറ്റ് ആയില്ല. ഞാൻ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് പ്രൊഡക്ഷൻ കുറച്ചും കൂടെ കൂടുന്ന പോലെ എനിക്ക് തോന്നി. ആപ്പിൾ സിഡർ വിനീഗറിന്റെ ഒരു കുത്തുന്ന ഒരു ചെറിയൊരു മണമുണ്ട്. സംഭവം ജെൽ ടൈപ്പ് ഒന്നുമല്ല. മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നിനുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഇറക്കിയേക്കുന്നത് ക്രീമി ടൈപ്പാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ക്രീം, അതാണ് സംഭവം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ രാവിലെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും ഫേസ് ഫുള്ള് ഒരു ഓയില് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെയും എനിക്ക് ചെറുതായിട്ട് പിമ്പിൾസ് വരുമായിരുന്നു. അപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ ഗ്രാജുവലി ഞാനത് നിർത്തി. എന്ന് വെച്ചാൽ ആദ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്റെ ഓയിലി സ്കിൻ ആണല്ലോ, അതുകൊണ്ട് അത് കുരുവരുന്നതായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും എനിക്ക് വർക്കായില്ല. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് അനുഭവം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം അനുഭവം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങളുടെ കമന്റ് ചിലപ്പോൾ മറ്റൊരാൾക്ക് യൂസ്ഫുൾ ആയെന്ന് വരും. തേർഡ് വൺ, ഞാൻ റീസെന്റ് ഉപേക്ഷിച്ച ഒരു സൺസ്ക്രീൻ ആണ് ഡോട്ട് ആൻഡ് കെയുടെ വിറ്റാമിൻ സി ഒരു യെല്ലോ ബോട്ടിൽ വരുന്നത്. അതെനിക്ക് തോന്നിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വരും. ഫേസ് ഭയങ്കര ഡള്ളാണെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉണർവ് വന്ന പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഫ്രഷ് ഫീല് വരും. പക്ഷെ ഇതും സ്കിന്നിനെ നല്ലപോലെ ഓയിലി ആക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഒരു ഗ്ലോ ഫിനിഷ് ആയിരുന്നതുകൊണ്ട് തന്നെ അത് സ്കിന്നിനെ ഓയിലി ആക്കും. പക്ഷെ അതിന് ഗ്ലോ തരുന്നതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ പിമ്പിൾസ് ഓൾറെഡി വരുന്ന ആൾക്കാർക്ക് പിമ്പിള് ഫേസിലുണ്ടെങ്കിൽ എക്സ്ട്രാ 2 പിമ്പിൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ വന്നാലും നമുക്കത് സാധാരണയായിട്ട് തോന്നാം. അതാണ് എനിക്ക് പറ്റിപ്പോയത് ഇതിന്റെ പല കേസിലും. സോ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി 4ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നും, ലാക്ടോ കലാമിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇല്ലേ, അതിന്റെ ഒരു ലോഷൻ ഉണ്ട്. സംഭവം ക്ലെയിം ചെയ്യുന്നത് അത് ഓയിലി സ്കിന്നിനുള്ളതാണ്.
പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് രാവിലെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇത് ഭയങ്കര ഒട്ടാൻ തുടങ്ങും, ഭയങ്കര ഒരു സ്റ്റിക്കി പോലെ. ഇത് നോൺ സ്റ്റിക്കി എന്നൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നിയേക്കുന്നത്. അത് കാരണം ഈ സാധനം ഇടുമ്പോൾ നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇത് പല ആൾക്കാരും ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പറയുന്നത് അതിന്റെ വൈറ്റ് ബോട്ടിലിൽ ഒരു പർപ്പിൾ അടപ്പ് വരുന്ന ഒരു സംഭവമുണ്ട്, അതിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഒരു 3-4 വർഷം മുന്നേ ഞാൻ യൂസ് ചെയ്ത നിർത്തി. ഇത് വന്നിട്ട് VLCC എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ 3D യൂത്ത് ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അതിന്റെ സ്മെല്ല് കുറച്ച് കുഴപ്പമില്ല, രസമുള്ള ഒരു സ്മെല്ലാണ്. ജെൽ ക്രീം എന്ന് പറഞ്ഞാണ് അവർ കൊടുത്തേക്കുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊടിക്ക് വൈറ്റ് കാസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഓയിലി ആക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. ആ സമയത്ത് എനിക്ക് വേറെ ഒരു സൺസ്ക്രീനും കിട്ടാത്തത് കൊണ്ട് കുറച്ച് നാൾ ഞാനത് യൂസ് ചെയ്തായിരുന്നു. പിന്നെ അത് ഒരു മണ്ടത്തരമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് വന്നതായിട്ടൊന്നുമില്ല, പക്ഷെ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ കൂട്ടി മുഖം ഒന്നുകൂടെ ഒരു യൂസ് ചെയ്ത് കുറച്ച് അവേഴ്സ് കഴിയുമ്പം ഒരു ഓയിൽ ഫീൽ വരും മുഖത്ത്, ഒരു കേക്കി എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇനി ഞാൻ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മിനിമലിസ്റ്റിന്റെ നിയാസിനമൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു തിക്ക് വൈറ്റ് ക്രീം. പക്ഷെ ഹൈപ്പിനനുസരിച്ചുള്ള ഒന്നുമില്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു ഗുണവും തോന്നാത്തൊരു സാധനമാണ്. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു രീതി എനിക്കത് വർക്ക് ആയതേ ഇല്ല. മിനിമലിസ്റ്റ് ഭയങ്കര ഹൈപ്പുള്ള ഭയങ്കര നല്ല പ്രോഡക്ട്സ് ഉള്ള ബ്രാൻഡ് എന്നൊക്കെയാണ് നമ്മുടെ ചുറ്റും കേൾക്കുന്നത്, പക്ഷെ എനിക്കത് വർക്കായില്ല. ഇനി ബയോട്ടിക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു, പക്ഷെ ഇപ്പൊ ആ ഒരു ബ്രാൻഡിനെ അധികം കാണാറില്ല. ബയോട്ടിക്കിന്റെ പൈനാപ്പിൾ എന്ന് പറയുന്ന വേരിയന്റിന്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്. അന്നത്തെ സമയത്ത് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേസ് വാഷും ക്ലെൻസറിന്റെയും മീനിങ് അറിയത്തില്ലായിരുന്നു. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ക്ലീൻ ചെയ്യുന്നതിന്റെ ഡെപ്തിനനുസരിച്ച് മാറുന്നതെന്ന് തോന്നുന്നു. ഞാനിത് രണ്ടും വാങ്ങിച്ചു. ഇത് രണ്ടും സെയിം ആയിരുന്നു, ബോട്ടിൽ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ സ്മെല്ലും ടെക്സ്ചറും എല്ലാ സാധനവും സെയിം ആയിരുന്നു. എന്നിട്ട് ഞാനിത് യൂസ് ചെയ്തു. ഇതിന്റെ സ്മെല്ല് എനിക്ക് അത്ര പൈനാപ്പിൾ പോലത്തെ ഒരു സ്മെല്ലാണ്, പക്ഷെ ഇത് ഭയങ്കര സ്കിൻ ഡ്രൈ ആക്കും. എനിക്ക് ഓൾറെഡി ഞാനിത് യൂസ് ചെയ്തത് ഞാൻ ഇടുക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു തണുത്ത ക്ലൈമറ്റാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ജസ്റ്റ് ഒരു വലിച്ചിൽ നമ്മൾ സ്കിന്ന് വലിയത്തില്ലേ. ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് വലിയും. അപ്പോൾ അവിടെ നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ എല്ലാവരും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫേസ് ഡ്രൈ ആക്കുന്ന പോലെ തോന്നി, അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആക്കുന്ന പോലെ തോന്നി. ഇത് തീർക്കണേ എന്നുള്ള ഒരു വിധത്തിലായിരുന്നു ഞാനൊരു ട്യൂബ് ഫുള്ളി യൂസ് ചെയ്ത്. നമ്മൾ എന്തായാലും പഠിക്കുമ്പോഴല്ല പൈസ കൊടുത്ത്, ഇല്ലാത്ത പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല, അപ്പോൾ ആ സമയത്ത് തീർക്കണമല്ലോ. അങ്ങനെ ഉപയോഗിച്ച് ഞാൻ തീർത്ത, പിന്നെ അത് മേടിച്ചിട്ടില്ല. പിന്നെ റീസെന്റ് ഒരു യൂട്യൂബർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ഷാമ്പു യൂസ് ചെയ്ത കണ്ടീഷണറിന്റെ ആവശ്യം പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ വീഡിയോ കണ്ട് ഞാൻ പോയി വാങ്ങിച്ച ഒരു ഷാമ്പു ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം. ആ ഒരു ഷാമ്പു പ്ലം എന്ന ബ്രാൻഡിന്റെ കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഒരു ഷാമ്പു ആണ്. ഷാമ്പു വന്നിട്ട് സംഭവം യൂസ് ചെയ്തിട്ട് എനിക്ക് എന്റെ സ്കാൽപ്പ് ഡ്രൈ ആക്കുന്ന പോലെയാണ് തോന്നിയത്. എനിക്ക് നല്ല ഒരു ചോക്ലേറ്റ് ക്യാൻഡി ടൈപ്പ് സ്മെല്ലാണ്. നമ്മുടെ പണ്ടത്തെ ഒരു മിഠായി ഉണ്ട്, അതിന്റെ കറക്റ്റ് എക്സാക്ട് സ്മെല്ല് പോലെ എനിക്ക് തോന്നിയത്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. പുള്ളിക്കാരി പറഞ്ഞ പോലെ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി പുള്ളിക്കാരിയുടെ സ്കിൻ ടൈപ്പ് അങ്ങനെ ആയിരിക്കാം, സ്കാൽപ്പിന്റെ ടൈപ്പ് അങ്ങനെ ആയിരിക്കാം. ഇനി 9th വൺ വന്നിട്ട് അതും ഒരു ഭയങ്കര ഹൈപ്പ് കൊടുത്ത ഒരു ബ്രാൻഡാണ്. സിമ്പിളിന്റെ മോയ്സ്ചറൈസർ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലാണ് ഞാൻ പോയി വാങ്ങിക്കുന്നത്. പക്ഷെ അതെനിക്ക് പിമ്പിൾ വന്നു. എനിക്കത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫേസിൽ കുരു വന്നു. ശരിക്കും വൈറ്റ് കളറാണ്. ചിലവർക്ക് ഒരു കുത്തുന്ന സ്മെല്ലായിട്ട് തോന്നാം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ പിമ്പിൾസ് വന്നതുകൊണ്ട് ഞാനത് അമ്മയ്ക്ക് കൊടുത്തു. അത് ഡ്രൈ സ്കിന്നിന് ഓക്കെ ആയിരുന്നു, പക്ഷെ എനിക്കത് വർക്കായില്ല. ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയാണ് പിന്നെ യൂസ് ചെയ്തത്. അമ്മയ്ക്ക് സ്കിന്നിന് വലിയ കുഴപ്പമില്ലായിരുന്നു, ഡ്രൈ സ്കിൻ ഒന്നുമില്ല. 10ാമത്തെ ഞാൻ പറയാൻ പോകുന്നത് ആൽ ഗുഡ്നസിന്റെ സാലിസിലിക് ആസിഡ് ആപ്പിൾ സിഡർ വിനീഗർ. അതിനകത്ത് അവര് ക്ലെയിം ചെയ്യുന്നത് ഓയിലി സ്കിൻ എക്സ്പേർട്ട് നൈറ്റ് ക്രീം എന്ന്. എനിക്കിതുപോലെ രാവിലെ മോയ്സ്ചറൈസർ ഇടും. അപ്പൊ ആ മോയ്സ്ചറൈസർ ഞാൻ ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ വൈകിട്ട് യൂസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്യാം, ഏതാ നല്ലതെന്ന് പറയും. പർപ്പിളില് തപ്പൽ അങ്ങനെ തപ്പി കണ്ടുപിടിച്ചതാണ്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പോ വെറ്റില അതിന്റെ ഏതാണ്ട് ഒരു സ്മെല്ല. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മുറിക്കാത്തോട്ട് കയറിയിട്ട് ആരെങ്കിലും ചോദിക്കും നിങ്ങൾക്ക് ആരെങ്കിലും ചുണ്ണാമ്പ് മുറുക്കിയിട്ടുണ്ടോ, വെറ്റില ആരെങ്കിലും യൂസ് ചെയ്തോ, എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. അപ്പൊ നമുക്ക് സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല. ഒരു പച്ച ബോട്ടിലാണ് വരുന്നത്, ഭയങ്കര ഒരു തിക്ക് ടൈപ്പാ.
നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓയിലി ആക്കും, നല്ല പോലെ ഓയിലി ആക്കും. അതും ഈ പറഞ്ഞ പോലെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് അപ്ലൈ ചെയ്തപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ ഓയിലി സ്കിന്നിന് വേണ്ടി ഇറക്കുന്ന സാധനങ്ങളൊക്കെ എനിക്കൊന്ന് വർക്ക് ആവുന്നത് ഡ്രൈ സ്കിന്നിനാണോ, എനിക്കതാ മനസ്സിലാവാത്തത്. നമുക്കത് ഇട്ട് കഴിയുമ്പോൾ കുരു വരുക. ഇതൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ പരീക്ഷിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ അത്രയും വേസ്റ്റ് അവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഞാൻ പല പല പ്രോഡക്റ്റ് ട്രൈ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആ സൺസ്ക്രീൻ എല്ലാം എനിക്ക് പണി തന്നുകൊണ്ട് ഞാൻ ലോട്ടസിന്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഒരു 6-7 ട്യൂബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2-3 വർഷമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഒരെണ്ണത്തിൽ പരീക്ഷണം കൊടുക്കാൻ വയ്യ. വേറെ ഒരു നല്ല പ്രോഡക്റ്റും എനിക്ക് സൺസ്ക്രീൻ അങ്ങനെ വർക്ക് ആയിട്ടില്ല. പിന്നെ മോയ്സ്ചറൈസറും ഈ പറഞ്ഞ പോലെ ആ ഒരു ജെല്ലേ വർക്ക് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എൻ്റെ സ്കിൻ ഓയിലി ആക്കുന്നുണ്ട്. ഒരു സത്യം പറയാം, ഓയിലി സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു നല്ല പ്രോഡക്റ്റ് കിട്ടിയാൽ അടിപൊളിയാക്കി വെക്കാനും പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ 10 പ്രോഡക്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് അനുഭവസ്ഥർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ ഈ കാണുന്നവർക്ക്, സജഷൻ പോകുന്നവർക്ക്, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ്, സ്കിൻ കെയറിൽ ഇപ്പോൾ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് ഈ 10 പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഇനിയും ഇതുപോലത്തെ കണ്ടന്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിനും വരെ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുറേ കണ്ടന്റ്സ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഇതെങ്ങനെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കണ്ടുപോകാം.